പെരുമ്പാമ്പുകളെ ഇല്ലാതാക്കാൻ വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ഒരു വിചിത്രമായ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് പെരുമ്പാമ്പുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അമേരിക്കയിലെ ഒരു സംസ്ഥാനമാണ് ഫ്ലോറിഡ. ഇവിടെയുള്ളത് ബർമീസ് പൈത്തൺ എന്ന ഇനം പെരുമ്പാമ്പുകളാണ്. ലക്ഷക്കണക്കിന് ബർമീസ് പൈത്തണുകളാണ് ഇവിടെയുള്ളത് എന്നാണ് കണക്ക്. ഇവ കൂടുതലായും സത്തേൺ ഫ്ലോറിഡയിലെ എവർഗ്ലാഡ്സിലും ചുറ്റുമുള്ള തണ്ണീർത്തടങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഈ പാമ്പുകൾ കാരണം ഈ പ്രദേശങ്ങളിലെ ഇക്കോസിസ്റ്റം തന്നെ തകരാറിലാവുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനെതിരെ ഫ്ലോറിഡയിലെ ഗവൺമെന്റ് കണ്ടെത്തിയ മാർഗമായിരുന്നു മുൻപേ പറഞ്ഞതുപോലെ റോബോട്ടിക് മുയലുകളെ ഫ്ലോറിഡയിൽ തുറന്നു വിടുക എന്നുള്ളത്. സോ അതിനുശേഷം ആ പെരുമ്പാമ്പുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. റോബോട്ടിക് മുയലുകൾ കാരണം പൈത്തണുകൾ ഇല്ലാതായോ എന്നറിയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഈ പെരുമ്പാമ്പുകൾ ഫ്ലോറിഡ കൈയടക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1900കളുടെ തുടക്കത്തിൽ ഫ്ലോറിഡയിൽ വളരെ മനോഹരമായ ഇക്കോസിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1930കളിൽ ബർമീസ് പൈത്തണുകളെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് പെറ്റ് ട്രേഡിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നത് മുതലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. തങ്ങൾ വളർത്തുന്നത് പ്രകൃതിയുടെ താളം തന്നെ തെറ്റിക്കാൻ കഴിവുള്ള ഒരു ജീവിയെ ആയിരുന്നുവെന്ന് ആ സമയത്ത് അവർക്കാർക്കും അറിയില്ലായിരുന്നു. ആളുകൾ അവയുടെ ഭംഗിയും പാറ്റേണുകളും ശരീരവുമൊക്കെ കണ്ടാണ് ഇവയെ വളർത്താനായി വാങ്ങിയിരുന്നത്. ആദ്യമൊക്കെ അവയെ ഫെയറുകളിലും വീടുകളിലുമൊക്കെയാണ് കൈമാറ്റം ചെയ്തിരുന്നത്. പക്ഷേ വാങ്ങിയ ശേഷം ഈ പാമ്പുകൾ അമിതമായി വളരുകയും ഈ വലിപ്പം നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ ചില ഉടമസ്ഥർ അവയെ കാട്ടിലേക്ക് തുറന്നു വിടുകയുമാണ് ചെയ്തിരുന്നത്. 6 മീറ്റർ വരെ നീളം വയ്ക്കാൻ കഴിയുന്ന ബർമീസ് പൈത്തണുകൾക്ക് ശരാശരി 90 മുതൽ 100 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാറുണ്ട്. ഫ്ലോറിഡയിൽ ഇടയ്ക്കുണ്ടാകുന്ന കൊടുങ്കാറ്റുകളും മറ്റ് അപകടങ്ങളും മനുഷ്യരുടെ ശ്രദ്ധക്കുറവും കാരണം കൂടുതൽ പാമ്പുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അധികം തണുപ്പില്ലാത്ത വിന്ററും നനഞ്ഞ സ്ഥലങ്ങളും ധാരാളം ഭക്ഷണവുമുള്ള എവർഗ്ലേഡ്സ് അഥവാ ഫ്ലോറിഡയിലെ വനപ്രദേശങ്ങൾ ഈ ബർമീസ് പൈത്തണുകൾക്ക് സൈര്യവിഹാരം നടത്താൻ അനുയോജ്യമായ സ്ഥലമായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പൈത്തണുകൾ ഫ്ലോറിഡയിൽ പെറ്റ് പെരുകുകയും ആ കുഞ്ഞുങ്ങൾ ചെറിയ മൃഗങ്ങളെ തിന്ന് വേഗത്തിൽ വളർന്ന് പന്തലിക്കുകയുമാണ് ഉണ്ടായത്. വർഷങ്ങൾ കഴിയും തോറും അവയുടെ എണ്ണം വർദ്ധിച്ചു വരികയായിരുന്നു. 2000 ആയപ്പോഴേക്കും എവർഗ്ലേഡ്സിലെ പുതിയൊരു ടോപ്പ് പ്രഡേറ്ററായി ബർമീസ് പൈത്തൺ മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ താമസിയാതെ തന്നെ ബർമീസ് പൈത്തണിനെ കൊണ്ടുള്ള അനന്തരഫലങ്ങൾ അവർ കണ്ടു തുടങ്ങി. അതായത് സൗത്ത് ഈസ്റ്റേൺ അമേരിക്കയിൽ കണ്ടുവന്നിരുന്ന മാർഷ് റാബിറ്റുകൾ ഇവ കാരണം അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയായിരുന്നു. കൂടാതെ എല്ലായിടത്തും കണ്ടിരുന്ന റാക്കൂണുകളുടെയും ഒപ്പോസങ്ങളുടെയും ഒക്കെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. മുൻപ് ധാരാളം ജീവികളുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അപ്പോഴേക്കും ബർമീസ് പൈത്തണുകൾ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. 2003 മുതൽ 2011 വരെ നടന്ന പഠനങ്ങളിൽ വലിയ രീതിയിലുള്ള നേറ്റീവ് ആനിമൽസിന്റെ കുറവ് കണ്ടെത്തിയിരുന്നു. പൈത്തൺ കൂടുതലുള്ള സ്ഥലങ്ങളിൽ റാക്കൂൺ 99%, ഒപ്പോസം 98.9%, ബോബ് കാറ്റുകൾ ഏകദേശം 90% കുറഞ്ഞിരുന്നു അത്രേ. മാർഷ് റാബിറ്റുകൾ, കുറുക്കന്മാർ, ചെറിയ മാനുകൾ പോലും ഗണ്യമായി ഇല്ലാതായി. അങ്ങനെ ഈ പെരുമ്പാമ്പുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ആദ്യം ഉദ്യോഗസ്ഥർ ജനങ്ങളെ കൊണ്ട് പാമ്പിനെ പിടിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. 2013 തുടങ്ങിയ പൈത്തൺ ചലഞ്ച് വഴി ജനങ്ങൾക്ക് പാരിതോഷികങ്ങൾ വരെ കൊടുത്തിരുന്നു. പക്ഷേ ആദ്യത്തെ തവണ പങ്കെടുത്തവർക്ക് വെറും 68 പാമ്പുകളെ മാത്രമേ പിടിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് പ്രധാനമായും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നീട് ഒരു പ്രൊഫഷണൽ പരിപാടി ഉണ്ടാക്കി. പൈത്തൺ എലിമിനേഷൻ പ്രോഗ്രാം വഴി ലൈസൻസ് ഉള്ള ആളുകൾക്ക് മണിക്കൂർ കൂലിയും ഓരോ പാമ്പിനും ബോണസും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിന് വർഷം തോറും കോടിക്കണക്കിന് രൂപ ചിലവുണ്ട്. കൂട്ടം കൂടി കിടക്കുന്ന പാമ്പുകളെ കണ്ടുപിടിക്കാൻ ജൂദാസ് സ്നേക്ക് എന്ന റേഡിയോ ട്രാക്കർ വെച്ച പാമ്പുകളെയും അവർ ഉപയോഗിച്ചിരുന്നു. ഈ വഴികളൊക്കെ സഹായിച്ചുവെങ്കിലും മൊത്തത്തിലുള്ള പെരുമ്പാമ്പുകളുടെ എണ്ണം വലിയ രീതിയിൽ കുറക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അവർ ഈ പാമ്പുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി പട്ടികളെ പരിശീലിപ്പിക്കുകയാണ് ഉണ്ടായത്. 2020 ഫ്ലോറിഡയിലെ വന്യജീവി സംരക്ഷണ വകുപ്പ് ട്രുമാൻ, എലിയനോർ എന്നു പേരുള്ള 2 പട്ടികളെയാണ് ഇതിനായി ഉപയോഗിച്ചത്. ട്രുമാൻ ഒരു കറുത്ത ലാബ്രഡോറും എലിയനോർ ഒരു ഡച്ച് ഷെപ്പേർഡുമായിരുന്നു. പാമ്പിൻ്റെ മണം തിരിച്ചറിയാൻ മിടുക്കരായിരുന്നു ഇവർ. അങ്ങനെ ഈ പട്ടികൾ ഒരുപാട് പൈത്തണുകളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. എന്നാലും കുറച്ച് ഡോഗ് സ്ക്വാഡുകൾ മാത്രമേ ഫ്ലോറിഡയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് എല്ലായിടത്തും എത്താൻ കഴിഞ്ഞിരുന്നില്ല. കൂടാതെ ഇനിയും 100 കണക്കിന് ഇത്തരത്തിലുള്ള ട്രെയിൻഡ് ഡോഗുകളെ ഇറക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമായിരുന്നു. ഈ നായകളുടെ പരീക്ഷണം വിജയിച്ചതുകൊണ്ട് തന്നെ മണം വെച്ചുള്ള ആകർഷണം നടക്കുമെന്ന് ഗവേഷകർക്ക് മനസ്സിലായി. അതിനായി ഗവേഷകർ പാമ്പുകൾക്ക് ഇരയായി
ജീവനുള്ള കാട്ടുമുയലുകളെ സുരക്ഷിതമായ കൂടുകളിൽ ഇട്ട് പരീക്ഷിച്ചു. പാമ്പുകൾ ആ കൂടുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. പക്ഷേ നല്ല ചിലവും നടത്തിപ്പിനുള്ള ബുദ്ധിമുട്ടും കാരണം ആ പരീക്ഷണങ്ങൾ നിർത്തലാക്കുകയായിരുന്നു. അതിനു പകരം കൃത്രിമമായ രൂപങ്ങൾ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ എഞ്ചിനീയർമാരും ബയോളജിസ്റ്റുകളും ചേർന്ന് റോബോ റാബിറ്റ്സ് എന്ന റോബോട്ട് രൂപങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഓരോന്നിലും മുയലിനെ പോലെ ചൂട് കിട്ടാൻ ഹീറ്ററും മണം വരാനുള്ള സംവിധാനങ്ങളും മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ മോട്ടോറുകളും അവർ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ പുറത്ത് രോമങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒന്നിന് ഏകദേശം $4000, അതായത് ഏകദേശം 3 മുതൽ 4 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയുടെ വിലയാകും. പുറമെ ടീമിന് ഇൻഫർമേഷൻസ് നൽകാൻ വേണ്ടി ക്യാമറകളും ട്രാൻസ്മിറ്ററുകളും ഇതിലുണ്ടായിരുന്നു. ചെറിയ സോളാർ പാനലുകളാണ് ഇതിനു വേണ്ട എനർജി നൽകുന്നത്. പാമ്പുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വേലി കെട്ടി അതിനുള്ളിൽ 120ഓളം റോബോ റാബിറ്റ്സുകളെ വെക്കാനായിരുന്നു പ്ലാൻ. പാമ്പുകളെ ആകർഷിച്ചു വരുത്തി പിടിക്കാൻ അവസരമുണ്ടാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. 2025 ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഈ റോബോട്ടുകൾ പാമ്പുകളെ ആകർഷിക്കുകയും കുറേ എണ്ണത്തിന് പിടിക്കാൻ അത് സഹായിക്കുകയും ചെയ്തിരുന്നു. ക്യാമറകളും സെൻസറുകളും വഴി റോബോട്ടുകൾ പാമ്പുകളുടെ നീക്കങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് കരുതി ഈ റോബോ റാബിറ്റുകൾ കാരണം പെരുമ്പാമ്പുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്ന് തെറ്റിദ്ധരിക്കരുത്. എങ്കിലും പരീക്ഷണം നിലവിൽ പ്രാവർത്തികമാകുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ അതിൻ്റെ ഔട്ട്കം എന്താകുമെന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. നിലവിൽ 120ഓളം റോബോ റാബിറ്റ്സുകളാണ് എവർഗ്ലേഡ്സിൽ പരന്നു കിടക്കുന്നത് എന്നാണ് കണക്കുകൾ. ഇതിനു പുറമെ പൈത്തണുകളോടും വിഷപ്പാമ്പുകളോടും പോരാടാൻ വേണ്ടി മുൻപ് ഫ്ലോറിഡയിൽ ഒരുപാടുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ വളരെ കുറവെണ്ണം മാത്രമുള്ള ഈസ്റ്റേൺ ഇൻഡിഗോ സ്നേക്കുകളെയും ഫ്ലോറിഡ പരീക്ഷിച്ചിരുന്നു. ആദ്യമെല്ലാവരും ഈ പദ്ധതിയെ കളിയാക്കുകയാണ് ചെയ്തിരുന്നത്. അതായത് പാമ്പിന്റെ ശല്യം തീർക്കാൻ വീണ്ടും പാമ്പുകളെ ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു മണ്ടത്തരമായി തന്നെയായിരിക്കും നമുക്കും തോന്നുക. പക്ഷേ വിഷപ്പാമ്പുകളെ വേട്ടയാടുന്ന ടോപ്പ് പ്രഡേറ്ററുകളിൽ ഒന്നാണ് ഇൻഡിഗോ സ്നേക്കുകൾ. ഇവയ്ക്ക് വിഷത്തിനെതിരെ ഇമ്മ്യൂണിറ്റിയുമുണ്ട്. സാധാരണയായി ഇവ മനുഷ്യരെ ആക്രമിക്കാറുമില്ല. കൂടാതെ റാറ്റിൽ സ്നേക്കുകൾ, കോപ്പർ ഹെഡ്സുകൾ, കോറൽ സ്നേക്കുകൾ, പിറ്റ് വൈപ്പറുകൾ പോലുള്ള അപകടകാരികളായ പാമ്പുകൾക്ക് ഇത് വലിയ ഭീഷണിയുമാണ്. ഈ ഇൻഡിഗോ സ്നേക്കുകൾ അവയെ വേട്ടയാടാറുമുണ്ട്. 2017 ആദ്യമായി ഇവയെ കാടുകളിലേക്ക് തുറന്നുവിടാൻ ആരംഭിച്ചത്. 2024 41 പാമ്പുകളെയായിരുന്നു തുറന്നുവിട്ടിരുന്നത്. അതിൽ 40 പെൺപാമ്പുകളും 21 ആൺപാമ്പുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും കുറഞ്ഞ എണ്ണം കൊണ്ട് ഇക്കോസിസ്റ്റം ശരിയാകുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അവ പെട്ടെന്ന് തന്നെ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുകയും പഴയതുപോലെ വേട്ടയാടാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അവ പതിയെ വിഷപ്പാമ്പുകളുടെ എണ്ണം കുറയ്ക്കുകയായിരുന്നു. ഇത് കൃഷിയിടങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കി. ഇതിനെല്ലാം പുറമെ കുഞ്ഞുങ്ങളായുള്ള ബർമീസ് പൈത്തണുകളെയും ഇൻഡിഗോ സ്നേക്കുകൾ വേട്ടയാടിയിരുന്നു. അതിനാൽ തന്നെ ബർമീസ് പൈത്തണുകളുടെ എണ്ണത്തിലും കുറവ് സംഭവിക്കുകയായിരുന്നു. ഫ്ലോറിഡയിലെ ഈ വിജയം മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു പ്രചോദനമായി മാറുകയുണ്ടായി. അലബാമയിൽ കൺസർവേഷനിസ്റ്റുകൾ 100 കണക്കിന് ഇൻഡിഗോകളെ വനങ്ങളിലേക്ക് തുറന്നുവിട്ടിരുന്നു. ഇൻഡിഗോ സ്നേക്കുകൾ തിരികെ വന്നത് ഗോഫർ ടോർട്ടോയ്സുകളെ സംരക്ഷിക്കാനും സഹായിച്ചിരുന്നു. എങ്കിലും ഇത് കാരണമൊന്നും ഫ്ലോറിഡയിലെ പെരുമ്പാമ്പുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം അപ്പോഴും പെരുമ്പാമ്പുകൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും നിലവിൽ ഒരുപാട് പരീക്ഷണങ്ങളുമായി ഫ്ലോറിഡ ഗവൺമെൻറ് ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് വരും വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ പ്രൊജക്റ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.